അസുരപ്രണയം ഭാഗം 4. രചന സംഭാഷണം മൈഥിലി മിത്ര. നിത്യയുടെ വീട്ടിൽ നിന്നും ഭക്ഷണവും കഴിച്ച് ദേവേച്ചിയോടൊപ്പം വീട്ടിൽ വന്നപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. എൻ്റെയും നിത്യയുടെയും വീട് റോഡിന് അപ്പുറവും ഇപ്പുറവും ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലേക്ക് കയറി നേരെ മുറിയിലേക്ക് ചാടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് പതിവ് പോലെ ഹാളിലെ സെറ്റിയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന തങ്കമണിയെ അവൾ കണ്ടത്. വേണുവച്ചനെ അവിടെ എങ്ങാനും കാണാഞ്ഞപ്പോൾ ഉറക്കമായിരിക്കുമെന്ന് അവൾ ഓർത്തു. അടുത്തായിട്ട് ലാപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ട് ഏട്ടച്ചനും ഇരിപ്പുണ്ട്. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നീ ഈ പെങ്കൊച്ചനെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണോ? തങ്കമണിയുടെ ചോദ്യം ഏട്ടച്ചന് ഇഷ്ടമായില്ലെങ്കിലും മറുപടി ഒന്നും പറയുന്നത് കണ്ടില്ല. മുറിയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ആശങ്കയിൽ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. ഇതിൻ്റെ കൂടെ നടന്ന് നീയും വഷളായാലുണ്ടല്ലോ. ഇത്തവണ ദേവേച്ചിയോടായിരുന്നു അവർ കയർത്തത്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എപ്പോഴും എന്തെങ്കിലും ആരെയെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഉറക്കം വരില്ലായിരിക്കും. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ദേവേച്ചി മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. അല്ലേ, ഞാനിപ്പോൾ ഇതെന്തു പറഞ്ഞിട്ടാ അവളിങ്ങനെ തുള്ളിക്കൊണ്ടുപോയേ? സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ എന്നവണ്ണം ശ്രമിക്കുന്നവരോട് പുച്ഛം തോന്നിപ്പോയി. ജീവന് തോന്നുന്നുണ്ടോ ഞാൻ കുറ്റവാ പറയുന്നതെന്ന്? പരദൂഷണത്തിൻ്റെ കെട്ടുകൾ അഴിയാൻ തുടങ്ങുന്നതിന് മുൻപേ ഏട്ടച്ചൻ ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് പോലെ അഭിനയിച്ചതുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. അവിടെ അവരുടെ മുൻപിൽ തലവെച്ച് കൊടുക്കുന്നതും കുർല എക്സ്പ്രസ്സിന് മുൻപിൽ ചാടിച്ചാവുന്നതും ഒരുപോലെയാണ്. ഏട്ടത്തി അടുക്കളയിലാണെന്ന് തോന്നുന്നു. അടുത്തുള്ള ഡൈനിങ് റൂമിലെ വെട്ടം അണച്ചിരുന്നതിനാൽ അടുക്കളയിലെ ലൈറ്റ് അങ്ങോട്ടേക്ക് പടരുന്നുണ്ടായിരുന്നു. ഓ, കെട്ടിലമ്മയ്ക്ക് വയസ്സ് 20-21 ആയില്ലേ? ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പോലെ കാള കളിച്ച് നടക്കാതെ എൻ്റെ മോളെ അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കരുതോ? മുന്നിൽ കിട്ടിയത് തന്നെയാണ്. അവിടെ നിന്നു പോയ സമയത്തെ മനസ്സിൽ ശപിച്ചു. അതെങ്ങനെയാ? തന്തയും പോയി തള്ളയും പോയി. എൻ്റെ മരുമോൻ്റെ ചൂരയൂറ്റി കുടിച്ച് ഇനിയും ഇങ്ങനെ കിടക്കാൻ നിനക്ക് നാണമില്ലേ? പഠിച്ചതൊക്കെ മതിയാക്കി വല്ലവൻ്റെയും കൂടെ കെട്ടിപ്പോകാൻ നോക്കു പെണ്ണേ. എൻ്റെ മോളെന്തിനാ നിനക്ക് വെച്ച് വിളമ്പി ഊട്ടത്ത്? സങ്കടം വന്നുപോയി. പല പ്രാവശ്യം തിരിച്ചു പറയുവാൻ നാവ് ധരിക്കാറുണ്ടെങ്കിലും ചാരുവേട്ടത്തിയുടെ മുഖം മനസ്സിൽ വരുമ്പോൾ ദേഷ്യമെല്ലാം കടിച്ചു പിടിക്കാറാണ് പതിവ്. ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ? സ്വന്തം അമ്മായിയമ്മ മരിക്കാറായിട്ട് കിടക്കുമ്പോൾ പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്ന സ്ത്രീയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചാരുവേച്ചി കല്യാണം കഴിഞ്ഞിങ്ങി പോന്നപ്പോൾ ദേവേച്ചിയായിരുന്നു അവരുടെ അച്ചമ്മയെ നോക്കാറുണ്ടായിരുന്നത്. ചേച്ചി പഠിക്കാൻ പോകുമ്പോൾ പിന്നത് തങ്കമണിയുടെ സാമ്രാജ്യമായിരുന്നു ആ വീട്. എന്താടി നോക്കി നിന്ന് കണ്ണു മിഴിക്കുന്നത്? അസ്ത്രീകരം. എന്തൊക്കെയോ ആ തള്ള പിറവിറുക്കുന്നുണ്ട്. ഇവർക്കിനി പട്ടിൻ്റെ വല്ല അസുഖവും ഉണ്ടോ ദൈവമേ എന്ന് മനസ്സിലോർത്തു. ആമീ, എപ്പോഴാടി വന്നേ? ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നോ, നാളെ കോളേജുള്ളതല്ലേ. അടുക്കളയിൽ പണി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കയറി വന്ന ചാരുവേച്ചിയുടെ വാക്കുകൾ. കഴിച്ചിട്ടാ ഏട്ടത്തി വന്നേ, അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോണ്. ചാരുവിനെ പോയി കെട്ടിപ്പിടിച്ച് ആ കവിളിൽ ഒരു മുത്തവും കൊടുത്തു പെണ്ണ്. ഉടൻ തന്നെ പലിശ സഹിതം അത് ഏട്ടത്തി തിരിച്ചും തന്നു. മുറിയിലേക്ക് പോകുമ്പോൾ കണ്ടു ദേഷ്യത്താൽ മുഖവും ചുവപ്പിച്ചിരിക്കുന്ന തങ്കമണിയെ. എന്തോ വല്ലാത്തൊരാശ്വാസം തോന്നി ആമിക്ക്. ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത്. റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടു കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവേച്ചിയെ. കയറി കിടന്നു ചേച്ചിയുടെ മുകളിൽ ഒരു കാലും വെച്ച് കെട്ടിപ്പിടിച്ചങ്ങനെ കിടന്നു. ഡീ നിത്യെ, സത്യം പറ, നിനക്ക് വയറുവേദന തന്നെയാണോ? രാവിലെ കോളേജിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കെട്ടി നിത്യയുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അവൾക്ക് വയറുവേദനയാണെന്നറിയുന്നത്. പൊടി കോപ്പെ, മനുഷ്യനിവിടെ വേദന എടുത്ത് ചാവുക. അപ്പോഴാണ് അവളുടെ ഒരു ചോദ്യം. കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദന കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കളിക്കുന്ന നിത്യയെ വേദനയോടെ നോക്കിയവൾ. അവളില്ലാതെ കോളേജിൽ പോകാൻ ഒരു ഗുമ്മുമില്ല. അസൈൻമെൻറ്റ് വെക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ്. പക്ഷേ തിരിച്ചു വീട്ടിലേക്ക് പോയാൽ അതാലോചിക്കുമ്പോഴേ അവൾക്കൊരു നെഞ്ചിലൊരാളലുണ്ടായി. തങ്കമണിയുടെയും വേണുവച്ചൻ്റെയും മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അതിലും ഭേദം വൈകിട്ട് വരെ കോളേജിൽ പോയിരിക്കുന്നതാണെന്ന് നല്ലതെന്ന് അവൾ മനസ്സിലോർത്തു. ഒടുവിൽ
നിത്യയുടെ അസൈൻമെൻറ്റും കൂടി എടുത്ത് വീടിന് വെളിയിലേക്കിറങ്ങി. കോളേജിലൂടെ നടന്ന് കോവിലകത്തിന് മുൻപിലെത്തിയപ്പോൾ അറിയാതെ തന്നെ ആമിയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു. തലേദിവസത്തെ പോലെ ഇന്നും പടിപ്പുര തുറന്നിട്ടിരിക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ അറിയാതെ തന്നെ കാലുകൾ അങ്ങോട്ടേക്ക് നീങ്ങി. വാതിലും കടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു പുതിയൊരു കോമ്പസ് ജീപ്പ് മുറ്റത്തെ കുളത്തിനു മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്നത്. കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്ന വണ്ടിയെന്നു മാത്രം അവൾ ആലോചിച്ചെങ്കിലും സോപാനപ്പടിയുടെ മുകളിൽ ആരോ നിൽക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്നു. ആള് തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. ആ സംസാരം കഴിയുന്നതുവരെ ആമി കാത്തു. അതേ. ആ വിളിയിൽ ആളൊന്ന് ഞെട്ടി. അവളുടെ നേർക്ക് തിരിഞ്ഞു നോക്കി. വെളുത്ത നിറം, കുഞ്ഞി കണ്ണുകളും കറുത്ത ഇടതൂർന്ന കോലം മുടിയും, നല്ല ഹൈറ്റും അതിനൊത്ത വണ്ണവുമുള്ള ഏകദേശം 30 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. തന്നെ കണ്ടിട്ട് ആ കണ്ണുകൾ അത്ഭുതത്തോടെ മിഴിയുന്നത് പോലെ തോന്നി ആമിക്ക്. ആരാ? എന്താ? ഞെട്ടൽ മറച്ചു വെക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് പിന്നെ അത് അവനവളെ കണ്ണുകൾ വിടർത്തി നോക്കി. അരുന്ധതി ആൻറ്റി ചെറുതായി മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നി അവന്. എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ചുണ്ടിന് മുകളിൽ ചൂണ്ടുവിരൽ അമർത്തിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം അവൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീഴ്ത്തി. ഇത് ചോദിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? ചമ്മിയ ചിരിയിലും അവളുടെ കവിളുകളിൽ നുണക്കുഴി വിടരുന്നത് ആശ്ചര്യത്തോടെ അവൻ നോക്കി നിന്നു. അതെ ചേട്ടായി, നിങ്ങൾ ഈ കോവിലത്തെ ആൾക്കാരാണോ? അൽ നിഷ്കു മോളിൽ നിന്നുള്ള ചോദ്യം. ആണെങ്കിൽ ഒറ്റ പുരികമുയർത്തി എന്തേ എന്നുള്ള ഭാവത്തിൽ ചോദ്യം ചോദിക്കുന്നവനെ കണ്ട് ചെറിയൊരു പേടി തോന്നിയെങ്കിലും അവളത് പുറത്തേക്ക് കാട്ടിയില്ല. ആണേലൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ആട്ടെ, നീ ഏതാ? ഞാനിവിടെ അടുത്തുള്ളതാ. എന്തായി കാന്താരിയുടെ പേര്? ആമി. ആത്മിക. ആഹാ, സൂപ്പർ പേരാണല്ലോ. മറുപടിയായിട്ട് അവളൊന്ന് ചിരിച്ചു. എന്തോ അവനോട് വല്ലാത്തൊരാത്മബന്ധം തോന്നിപ്പോയവൾക്ക്. അല്ല, ആമിക്കുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? വാത്സല്യത്തോടെ അവൻ്റെ ചോദ്യങ്ങൾ അവളിലും ചെറുതായിട്ട് പേടി കുറയ്ക്കുവാൻ സഹായിച്ചു. എനിക്ക് ഈ കോവിലകം മുഴുവനായിട്ടൊന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമാണ്. ഇത്തിരി വലുതായപ്പോൾ തൊട്ട് തുടങ്ങിയ മോഹമാണേ. എപ്പോഴും അടച്ചു കിടക്കുന്ന പടിപ്പുരവാതിൽ 2 ദിവസമായി തുറന്നു കിടക്കുന്ന കണ്ടപ്പോൾ പാതിയിൽ നിർത്തി ആമി അവൻ്റെ മുഖത്തേക്ക് കള്ളനോട്ടമെറിഞ്ഞു. അവിടെയും അവളുടെ സംസാരം ആസ്വദിക്കുന്ന രീതിയിൽ കൈയും കെട്ടി നിൽപ്പുണ്ട ആള്. കണ്ടപ്പോൾ ഒറ്റ പുരികമുയർത്തി കുസൃതി ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് നാക്ക് കടിച്ചു പെണ്ണവൾ. കണ്ടപ്പോൾ അറിയാതെ കയറിപ്പോയതാ പറഞ്ഞുകൊണ്ട് ആമി കണ്ണുകൾ താഴ്ത്തി മുറ്റത്തേക്ക് നോക്കി നിന്നു. കുറേ കഴിഞ്ഞിട്ടും മറുപടി ഒന്നും കിട്ടാതായപ്പോൾ മുഖമുയർത്തി നോക്കി. കൈയും കെട്ടി തന്നെയും നോക്കി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നവനെ കണ്ട് ചെറുതായൊരു ചിരി അവളിലും മുട്ടിട്ടു. വാ, ഇന്ന് തന്നെ ഈ കോവിലകം മൊത്തം കാണിച്ചിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോഴേക്കും ബാഗിൽ കിടന്ന ഫോൺ ബെല്ലടിക്കുന്നത് അവൾ കേട്ടത്. ബാഗ് തുറന്നത് കയ്യിലേക്കെടുത്തു. നോക്കുമ്പോൾ നിത്യയാണ്. അറ്റൻഡ് ചെയ്ത് ചെവിക്കരിയിലേക്കായി വെച്ചവൾ. എന്താടി? ഡി ആമി, എൻ്റെ അസൈൻമെൻറ്റിൽ ഞാൻ പേര് എഴുതിയിട്ടില്ല. നീ ഒന്ന് എഴുതിക്കോണേ. ആ ഓക്കെ ഡി. ഫോൺ കട്ട് ചെയ്ത് ബാഗിലേക്കിട്ടു. അപ്പോഴാണ് കോളേജും ആര്യൻ ബസ്സും അവൾക്ക് ഓർമ്മ വന്നത്. ഉടൻ തന്നെ അവിടുന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു. ആമി, എന്താടി? പുറകിൽ നിന്നും ആൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. കോളേജുണ്ട് ചേട്ടായി, പിന്നെ വരാവേ. ഓട്ടം നിർത്താതെ തന്നെ അവൾ വിളിച്ചു കൂവി. ഇനി എന്നാ വരണേ? വീണ്ടും പുറകിൽ നിന്നും ചോദ്യം ഉയർന്നപ്പോൾ അവൾ ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കി. വൈകിട്ട് വരട്ടെ ചേട്ടായി. നിറപുഞ്ചിരിയോടെ തലയാട്ടുന്നവനെ കണ്ട് അവൾ കൈകൾ വീശിക്കാട്ടി. എന്നിട്ട് ഗേറ്റും കടന്ന് റോഡിലേക്കിറങ്ങി. പടിപ്പുരയും കടന്ന് അവൾ പുറത്തേക്ക് ഓടുന്നത് വരെ അവളെയും നോക്കി നിന്നിരുന്ന ആ വൃദ്ധൻ്റെ കണ്ണുകളിൽ നീര് പൊടിഞ്ഞിരുന്നു. ഡോ. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് പുറകിൽ നിന്നും ഒരു വിളി കേട്ടത്. ആരാണെന്നറിയാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോയി.
സൂരജേട്ടനാണ്. കൂടെ സീനിയർ ബാച്ചിലെ കുറേ ചേട്ടന്മാരും ഉണ്ട്. എല്ലാവരെയും നോക്കി വെടിപ്പായിട്ടൊന്ന് ചിരിച്ചു കാട്ടി. ആത്മിക, തൻ്റെ വീടിനടുത്തല്ലേ നിത്യയുടെ വീട്? തൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ആൾ ചോദിച്ചു. അതെ, എന്താ സൂരജേട്ടാ? ചോദിക്കാൻ വരുന്ന കാര്യം എന്താണെന്നറിയാമെങ്കിലും വെറുതെ നിഷ്കു കളിച്ചു ചോദിച്ചു. നിത്യ എന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞേ? മ്ലാനമായ മുഖഭാവമായിരുന്നു. നിത്യയെ ഇന്ന് കാണാത്തത് കൊണ്ട് ആ കണ്ണുകളിൽ തെളിയുന്ന ഭാവം അവൾക്ക് മനസ്സിലായില്ല. അതോ, അവൾക്കിന്നൊരു പെണ്ണുകാണൽ ചടങ്ങുണ്ടായിരുന്നേ ചേട്ടാ. പറഞ്ഞിട്ട് ആളുടെ എക്സ്പ്രഷൻ സൂക്ഷ്മമായി വീക്ഷിച്ചു. ആട്ടമുണ്ട്, മുഖം ഇത്തിരി ഇരുണ്ടിട്ടുണ്ട്. ഹോ, സമാധാനമായി. എന്താ ചേട്ടാ, നിത്യയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, ഒന്നുമില്ല, താൻ പൊയ്ക്കോളൂ. സൂരജിനെ നോക്കി പോകുവാണെന്നും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ആൾക്ക് വിഷമമുണ്ടായോ ആവോ. സൂരജേട്ടൻ ആൾ പാവമാണെന്നറിയാം. കോളേജിൽ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റാണ് ഏട്ടനെക്കുറിച്ച്. നന്നായിട്ട് പഠിക്കും, അലമ്പിനൊന്നും പോവുകയുമില്ല. ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഓടി നടന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു പരോപകാരിയുമാണ്. ഈ വർഷം കൂടി കഴിഞ്ഞാൽ PG കഴിഞ്ഞ് പോവുകയും ചെയ്യും. പക്ഷേ നിത്യ, അവൾ ആസ്ഥാന കോഴിയാണ്. ഇപ്പോൾ തന്നെ എത്ര പേരെ തേച്ചെന്ന് അവൾക്ക് പോലും കണക്കറിയില്ല. വെറുതെ എന്തിനാ ഈ പാവം പഠിച്ച ഏട്ടനെ തേപ്പിക്കുന്നത്? ഇങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറിപ്പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് നനച്ചുപോയി. എന്തായാലും അവളുടെ ലൈൻ പൊട്ടിയാൽ മതിയായിരുന്നുവെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. ചെന്ന് കയറിയതും ക്ലാസ്സിൽ ദത്തൻ സാർ വന്നിരുന്നു. അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ വാങ്ങി പോയി സീറ്റിലിരുന്നു. ദേവദത്തൻ എന്ന എല്ലാവരുടെയും ക്രഷായ ദത്തൻ സാർ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂവെങ്കിലും എല്ലാവരോടും നല്ല കമ്പനിയാണ്. തൻ്റെ നേർക്കുള്ള അയാളുടെ നോട്ടത്തിൽ ചെറിയൊരു വശപ്പിശകുണ്ടെന്നാണ് നിത്യയുടെ വാദം. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് അന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കുട്ടികളെല്ലാവരും കൂടെ കോളേജിന് പുറകിലേക്ക് ഓടുന്നത് കണ്ടത്. പിറകുവശത്ത് കോളേജ് ഗ്രൗണ്ടാണ്. എന്താ പ്രശ്നം? എന്താ എല്ലാവരും കൂടി ഓടുന്നേ? ഒരാളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കാര്യം അന്വേഷിച്ചു. ഗ്രൗണ്ടിൽ അടി നടക്കുക, നീ അറിഞ്ഞില്ലേ? ഡിഗ്രി തൊട്ട് പഠിക്കുന്നത് ഇവിടെയാണെങ്കിലും അടിയൊക്കെ വളരെ വിരളമായി മാത്രമേ ഞങ്ങളുടെ കോളേജിലുണ്ടാവൂ. അതുകൊണ്ട് അത് കാണാനുള്ള ആകാംക്ഷ അടക്കി പിടിച്ചിരിക്കാനായില്ല. എന്തോ ഒരു ഉൾപ്രേരണയിൽ അങ്ങോട്ടേക്ക് ഓടി. ഗ്രൗണ്ടിൽ ഒരു ഉത്സവത്തിനുള്ള ആൾ കൂടിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഇടയിൽ കൂടി നുഴഞ്ഞു കയറി ഏകദേശം പകുതി വരെ എത്തപ്പെട്ടു. ഗ്രൗണ്ടിന് നടുക്കായിട്ട് ഒരാൾ സ്റ്റുഡൻറ്റിനെ എടുത്തിട്ട് അടിക്കുകയാണ്. കൂടെ നിൽക്കുന്ന ഒറ്റ കുട്ടികൾ പോലും ഇടപെടുന്നില്ല എന്നതാണ് അവളിൽ അത്ഭുതമുണ്ടാക്കിയത്. ഒന്നും കൂടെ ഞെളിപിരിക്കൊണ്ട് ഏറ്റവും മുന്നിലായിട്ട് പോയി നിന്നു. ഇപ്പോൾ നല്ലവണ്ണം കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒന്ന് നോക്കിയപ്പോഴാണ് അടികൊണ്ടയാളെ അവൾ കാണുന്നത്. ഞെട്ടിത്തരിച്ചു പോയി പെണ്ണ്. സൂരജേട്ടൻ! അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അടികൊണ്ട് അവശനായി തറയിൽ വീണ് കിടന്നിട്ടും അടിക്കുന്ന ആള് നിർത്തുന്നുണ്ടായിരുന്നില്ല. നെറ്റി പൊട്ടി ചോരയൊലിച്ച മുഖവുമായി തളർന്ന് കിടന്നവൻ്റെ കാല് നോക്കി ഹോക്കി സ്റ്റിക്കും കൊണ്ട് വീണ്ടും അടിക്കുന്നുണ്ടയാൾ. പുറം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ കാണാനാവുന്നുമുണ്ടായിരുന്നില്ല. സൂരജേട്ടൻ്റെ കൂടെയുള്ളവർ പോലും നോക്കുകുത്തികളെ പോലെ ആട്ടം കണ്ട് മാറി നിൽക്കുകയാണ്. ഭയമെന്ന വികാരം അവളുടെ മുഖങ്ങളിൽ നിന്നും അവൾ വായിച്ചെടുത്തു. ഓരോ പ്രാവശ്യവും സ്റ്റിക്ക് ഉയർന്നു താഴുമ്പോഴും ഏട്ടൻ്റെ നിലവിളി കർണപുടങ്ങളിൽ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. വേറൊന്നും ഓർത്തില്ല. ഒരു മനുഷ്യജീവിയോടുള്ള സഹതാപം മാത്രം അവളിൽ അലയടിച്ചു. അതിൻ്റെ ഫലമെന്നോണം കാലുകൾ മുന്നോട്ടേക്ക് നീങ്ങി. പിറകിൽ നിന്നും ആരെയൊക്കെയോ തൻ്റെ പേര് വിളിച്ച് അങ്ങോട്ടേക്ക് പോകരുതെന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ആമി. അങ്ങോട്ടേക്ക് ചെന്നു. ഉയർന്നു താഴുവാൻ പോകുന്ന സ്റ്റിക്കിനെ കയറി പിടിച്ചു. താഴെ അടികൊണ്ട് മൃതപ്രായനായി കിടക്കുന്ന സൂരജേട്ടനെ അലിവോടെ ഒന്ന് നോക്കി. അനങ്ങാൻ പോലും ആവാതെ കിടക്കുന്നവനെ കണ്ട് കണ്ണു നിറഞ്ഞവളുടെ. അപ്പോഴാണ് തൻ്റെ കയ്യിൽ നിന്നും ബലമായി സ്റ്റിക്ക് വലിച്ചെടുത്തവനെ അവൾ മുഖമുയർത്തി നോക്കിയത്. ഒരേ ഒരു നിമിഷമേ നോക്കിയുള്ളൂ. പേടിച്ച് ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് മാറി നിന്നുപോയി. ചുവന്ന് കലങ്ങിയ കണ്ണുകളും അതിൽ നിന്നും കോപത്തിൻ്റെ കൊടും തീഷ്ണതയണിഞ്ഞ നോട്ടവുമായി
മുന്നിൽ സാക്ഷാൽ വീരഭദ്രനെ പോലെ തോന്നിക്കുന്ന വിധം നിൽക്കുന്ന അസുരൻ. നെറ്റിയുടെ മധ്യത്തിൽ പിടഞ്ഞു പൊങ്ങിക്കിടക്കുന്ന നീല ഞരമ്പ് ശിവന്റെ തൃക്കണ്ണുപോലെ തോന്നിപ്പിച്ചു. ചെന്നിയിൽ കൂടി ഒഴുകിയിറങ്ങുന്ന വിയർപ്പു തുള്ളികൾ മുഖമാകെ പടർന്നിരുന്നു. വെട്ടിനിരത്താത്ത കാട് പോലെ വളർന്നു നിൽക്കുന്ന താടി അയാളുടെ പരുക്കൻ സ്വഭാവത്തെ എടുത്തു കാണിച്ചു. വിയർപ്പിൽ നനഞ്ഞ് ഉറച്ച ശരീരത്തോടൊട്ടിക്കിടക്കുന്ന മെറൂൺ ഷർട്ടിനിടയിൽ കൂടി പുറത്തേക്ക് പതിച്ച സ്വർണ്ണ കുരിശിൽ ആമിയുടെ നോട്ടം തറച്ചു നിന്നു. കുരിശിട്ട അസുരൻ. വെറുപ്പോടുകൂടി അവളിൽ നിന്നും അറിയാതെ വീണ വാക്കുകൾ. മെല്ലെ പറഞ്ഞുവെങ്കിലും വ്യക്തമായി കേട്ടതുകൊണ്ടോ എന്തോ ആ ചെന്നായ കണ്ണുകൾ തൻ്റെ നേർക്ക് കുറുക്കി നോക്കുന്നതായി കണ്ടു. അവനോട് പുച്ഛം തോന്നി അവൾക്ക്. പണമുണ്ടെന്നുള്ള അഹങ്കാരത്തിൽ റൗഡീസം കാണിക്കുന്ന ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ. എത്ര ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കയറി പിടിക്കുമെടി നീയെ. അവൻ്റെ അലർച്ചയിൽ ചുറ്റുമുള്ളവരെ പോലെ അവളും ഒന്ന് ഭയന്നു. എങ്കിലും സൂരജിൻ്റെ കാര്യമോർത്തപ്പോൾ അസുരനോട് ദേഷ്യത്തിൽ കലർന്ന വെറുപ്പ് അവൾക്ക് തോന്നിപ്പോയി. നീ ആരെന്നാ നിന്റെ വിചാരം? കോളേജിൽ കയറി വന്ന് എന്ത് തോന്നിയാസം കാട്ടാമെന്നാണോ? ദേഷ്യം കൊണ്ട് വിറച്ചവൾ. കഴിഞ്ഞ ദിവസം റോഡിലൊരു പാവത്തിനെ ചതച്ച സംഭവം അവളുടെ നെഞ്ചിൽ ഇപ്പോഴും ഒരു നെരിപ്പോടായി കിടക്കുന്നതിനാലാവാം അവൾ അറിയാതെ തന്നെ വാക്കുകൾ പുറത്തേക്ക് തെറിച്ചത്. അതിന് ഞാൻ നിന്റെ വീട്ടിൽ കയറി തല്ലിയോടി ആരെയെങ്കിലും? കാര്യമറിയാതെ ഇടയിൽ കയറി കളിക്കാതെ പൊടിയൊന്ന്. ഒരു പാവം പിടിച്ചതിനെ തല്ലിച്ചതച്ചിട്ട് പുണ്യാളനാവാൻ നോക്കുകയാണോ താൻ? ചോദിക്കാതിരിക്കാനായില്ല അവൾക്ക്. എന്തു പറഞ്ഞിടി? പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ അവൻ കൈ ഉയർത്തിയെങ്കിലും അടിച്ചില്ലവൻ. മുഷ്ടി ചുരുട്ടി പിടിച്ച് അതിൽ ദേഷ്യം തീർത്തു. ഇപ്പോൾ അടി വീഴുമെന്ന് നനച്ച് കണ്ണിറുക്കി അടച്ചവൾ കുറേ നേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ ഇരുന്നപ്പോൾ പതിയെ മിഴികൾ തുറന്നു നോക്കി. ദേഷ്യം മുഴുവനും കൈ ചുരുട്ടി പിടിച്ച് തീർക്കുന്നവനെ പേടിയോടെ നോക്കി പെണ്ണ്. ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നറിഞ്ഞു പണിഞ്ഞാൽ നീ അതൊന്നും താങ്ങില്ല. സൂരജിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ആക്രോശിച്ചിട്ട് അസുരൻ വേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞു പോകുന്നത് കണ്ടു. കുഴിഞ്ഞ് താഴേക്കിരുന്നവനെ പതിയെ എടുത്തുയർത്താനൊരു ശ്രമം നടത്തിയവൾ. അസുരൻ പോയതോടുകൂടി പേടികൊണ്ട് മാറി നിന്ന കൂട്ടര് അടുത്തേക്ക് വന്ന് സൂരജിനെ എടുത്ത് താങ്ങി നിർത്താൻ നോക്കിയെങ്കിലും കാലിൻ്റെ അസ്ഥി പൊട്ടിയിരുന്നതിനാൽ അവന് നിൽക്കാനാവുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ താങ്ങി അവനെ വണ്ടിയിലിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവൾ വേദനയോടെ നോക്കി നിന്നു. അസുരനോടുള്ള വെറുപ്പ് ശരീരമാകെ വ്യാപിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. എടി നിത്യേ, നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? സൂര്യചേട്ടന് കുഴപ്പമൊന്നുമില്ല. ആമി എത്രയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും നിത്യ ഏങ്ങിക്കൊണ്ടേയിരുന്നു. കരച്ചിലിൻ്റെ ചീണുകൾ ഫോണിൽ കൂടി ഉച്ചത്തിൽ ആമിയുടെ ചെവിയിൽ മുഴുങ്ങി. കോളേജിൽ നിന്നും അവൻ്റെ ഫ്രണ്ട്സ് സൂരജിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയതിന് പുറകെ തന്നെ ആമിക്ക് നിത്യയുടെ കോൾ വന്നിരുന്നു. ടൈം പാസ് പ്രണയമാണല്ലോ എന്ന് കരുതിയാണ് ആമി അക്കാര്യം നിത്യയോട് തുറന്നു പറഞ്ഞത് തന്നെ. പക്ഷേ അവളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ ആമിയെ ഒന്ന് നെട്ടിക്കുക തന്നെ ചെയ്തു. മോളെ, നീ ഇങ്ങനെ കരയാതെടി. എന്തിനാ ഇത്രയ്ക്ക് വിഷമിക്കണേ? ചോദിക്കാതിരിക്കാനായില്ല ആമിക്ക്. എനിക്ക് സൂര്യചേട്ടനെ ഇഷ്ടമായിരുന്നു. ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. ഏങ്ങൽ അടിച്ചുകൊണ്ടുള്ള പെണ്ണിൻ്റെ പറച്ചിൽ കേട്ട് ആമി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. നീ എന്തൊക്കെയാ നിത്യ ഈ പറയുന്നത്? ആമിയുടെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങി. വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്നവൾ. ഫോണിൽ കൂടി അലറിയവളെ അവിടെ കൂടി നിന്നവർ തുറച്ചു നോക്കി. അത് കണ്ടിട്ടാവണം വെയിറ്റിംഗ് ഷെഡിനുള്ളിലേക്ക് കുറച്ച് മാറി നിന്നുകൊണ്ട് പതിയെയായിരുന്നു ആമിയുടെ പിന്നീടുള്ള സംസാരം. നീ എന്തൊക്കെയാ വിളിച്ചു കൂണേന്ന് വല്ല നിശ്ചയമുണ്ടോ നിത്യേ? ഇത്തിരി അമർഷത്തോടെ തന്നെ ആമി ചോദിച്ചു. എല്ലാവരോടും തോന്നിയ പോലെ അല്ലടി എനിക്ക് സൂരജേട്ടനോട്. പിന്നെ എനിക്ക് ശരിക്കും ചങ്കിൽ തറച്ചു പോയെന്നാ ഇന്നാ മനസ്സിലായേ. അതെങ്ങനെയാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആമി അത് വേണ്ടെന്ന് വെച്ചു. നീ കരയാതെ, ഏണ്ടൊന്നും വരില്ല. എല്ലാത്തിനും കാരണം അവന്, ആ അസുരൻ. വെറുതെ വിടില്ല ഞാൻ അവനെ. ആമിയുടെ കണ്ണുകളിൽ എരിഞ്ഞ പാക പതിയെ നിത്യയിലേക്കും പടർന്നുകൊണ്ടിരുന്നു.
പ്രാണനായവനെ ഉപദ്രവിച്ചവനോട് അവൾക്ക് അടങ്ങാത്ത അമർഷം തോന്നി. എടി, ആ അസുരൻ, അയാൾ ആരാ? നിത്യയുടെ ചോദ്യത്തിന് ആമിയുടെ പക്കൽ ഉത്തരമില്ലായിരുന്നു. അവനെക്കുറിച്ച് എങ്ങനെയെങ്കിലും അറിയണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ആമി, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ നീ? പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. മുൻകൂർ ജാമ്യം എടുത്ത രീതിയിലുള്ള സംസാരം കേട്ടപ്പോൾ ഏതോ വലിയ ദുരന്തമാണെന്ന് ആമിക്ക് മനസ്സിലായിരുന്നു. എന്താടി? നീ ചെയ്യുമെന്ന് എനിക്ക് വാക്കുതാ. എന്നാ പറയാം. വാക്ക് ഇനി പറയ്. എന്തെങ്കിലും വള്ളിക്കെട്ടാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വാക്ക് കൊടുത്തു പോയത്. ആ സമയം അവളുടെ സന്തോഷം തന്നെയായിരുന്നു ആമിക്ക് മുഖ്യം. കുഞ്ഞുനാൾ മുതലേ തന്നെ പ്രാണനായിട്ട് കരുതിയവളാണ്. അവളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും തനിക്ക് സഹിക്കില്ല. തൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായി ഇന്നാണവൾ നെഞ്ചു പൊട്ടിക്കരയുന്നത് കേൾക്കുന്നത് തന്നെ. ഒന്ന് പോയി കാണാവോ നീ? നമ്മുടെ കോളേജിനടുത്തുള്ള സെൻറ്റ് മേരീസിലേക്കായിരിക്കും ഏട്ടനെ കൊണ്ടുപോയേക്കുന്നത്. എനിക്ക് വേണ്ടി ഒന്ന് പോകാവോടി? തോന്നിയിരുന്നു ഇതുതന്നെയായിരിക്കും നിത്യ ആവശ്യപ്പെടുന്നതെന്ന്. എന്തോ അവൾ പറഞ്ഞത് കേട്ടിട്ട് പറ്റില്ല എന്ന് പറയാൻ തോന്നിയില്ല. ശരിയെന്ന് പറഞ്ഞിട്ട് ആമി ഫോൺ വെച്ചു. ഇവിടുന്ന് 10 മിനിറ്റ് ഉണ്ട് സെൻറ്റ് മേരീസിലേക്ക്. ചെന്ന് കണ്ടിട്ട് ഉടൻ തന്നെ തിരിച്ചു വരാമെന്നവൾ മനസ്സിൽ വിചാരിച്ചു. വരുമ്പോൾ ഇത്തിരി താമസിക്കുമെന്ന് ഏട്ടത്തിയമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഓട്ടോയിൽ കയറിയത് തന്നെ. ആശുപത്രിയുടെ ഗേറ്റിൻ്റെ വാതിൽക്കൽ തന്നെ സൂരജിൻ്റെ 2-3 കൂട്ടുകാർ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു. എമർജൻസിയിൽ കയറ്റിയിട്ടുണ്ട്, ഒന്നും പറഞ്ഞില്ല ഇതുവരെ. തന്നെ കണ്ടിട്ട് അടുത്തേക്ക് വന്ന് അതിലൊരാൾ പറഞ്ഞു. അവരുടെ പുറകെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആൾക്കൊന്നും വരരുതേ എന്ന് മനസ്സുരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ആമി. അരമണിക്കൂറോളം എമർജൻസിയുടെ വാതിൽക്കൽ കാത്തു നിൽക്കേണ്ടി വന്നു. അതിനോടകം തന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ആരോ വിളിച്ചു പറഞ്ഞ് അനുസരിച്ച് അങ്ങോട്ടേക്ക് വന്നിരുന്നു. പാവ അമ്മ. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുഖം കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. ഇടത്തെ കാലിന് പൊട്ടലുണ്ട്, പിന്നെ ശരീരമാകെ ചതവും. തല്ലുകേസാണെന്ന് കണ്ടപ്പോഴേ തോന്നിയതുകൊണ്ട് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. കാലിന് പ്ലാസ്റ്റർ ഇട്ടു. പിന്നെ വേദനയും നീരും മാറാനുള്ള ഇഞ്ചക്ഷനും ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. പുറത്തേക്ക് വന്ന ഡോക്ടർ സൂരജിൻ്റെ മാതാപിതാക്കളോട് പറയുന്നതിന് കേട്ട ശേഷമാണ് ഇത്തിരി ആശ്വാസം തോന്നിയത്. ഉടൻ തന്നെ ആ അച്ഛൻ ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുന്നതും ഡോക്ടറിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും അവൾ ശ്രദ്ധിച്ചു. പിടിപാടുള്ളവർ ആയിരിക്കും. പോലീസ് കേസ് ആവാതെ നോക്കുന്നതായിരിക്കുമെന്നവൾ മനസ്സിൽ കരുതി. സമയം നോക്കുമ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. മഴക്കാലമായത് കാരണം ഇപ്പോൾ നേരത്തെ ഇരുട്ടും. അവിടെ നിന്നിരുന്നവരോട് പോകുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ആ അമ്മയുടെ കണ്ണുനീര് കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. ഭാഗ്യത്തിന് ആൾക്കാപത്തൊന്നും പറ്റിയില്ലല്ലോ എന്നതായിരുന്നു ആകെയുള്ളൊരാശ്വാസം. ഒന്നാലോചിക്കുമ്പോൾ അസുരനോടുള്ള വെറുപ്പ് ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിന് വെളിയിലേക്കിറങ്ങി. ഈ സമയത്തൊരു ബസ്സുണ്ട്, സ്റ്റോപ്പിൽ ഇറങ്ങാം, എന്നിട്ട് വീട്ടിലേക്ക് നടന്നാൽ മതിയെന്നവൾ മനസ്സിലോർത്തു. ബസ് കിട്ടി സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 7 മണിയോളമായി. ഏട്ടത്തിയെ വിളിച്ചു സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയ കാര്യം പറഞ്ഞു. ആരെയെങ്കിലും പറഞ്ഞു വിടാം, ഒറ്റയ്ക്ക് വരേണ്ട എന്ന് പറഞ്ഞെങ്കിലും കേൾക്കാൻ നിന്നില്ല. എന്നും വരുന്ന വഴിയല്ലേ, 10 മിനിറ്റ് പോലുമില്ലല്ലോ, നടന്നു വന്നേക്കാമെന്നും പറഞ്ഞ് ആമി ഫോൺ വെച്ചു. ഏട്ടച്ചൻ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ലെന്ന കാര്യം അപ്പോഴാണ് അറിഞ്ഞത്. ഓഡിറ്റിങ്ങിൽ പെട്ട് ആൾ ഇത്തിരി ബിസിയാണ് ഈയിടെയായിട്ട്. മഴയ്ക്ക് മുന്നോടിയായിട്ട് മാനം ഇരുണ്ടിരുന്നു. റോഡിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ ആദ്യമൊന്നും ആൾവാസമില്ല. കോവിലകം കഴിഞ്ഞാലേ വീടുകൾ തുടർച്ചയായി കാണാനാവൂ. വേഗത്തിൽ കാലുകൾ മുന്നോട്ടേക്ക് നീങ്ങി. വഴിവിളക്കുകളുടെ അരണ്ട വെളിച്ചമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഇരുവശങ്ങളിലുമുള്ള കട്ട പിടിച്ച ഇരുട്ടിൽ മുങ്ങിയ പറമ്പുകൾ അവളെ തെല്ലും പേടിപ്പിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ തന്നെ പിന്തുടർന്നെന്ന് തോന്നിയപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. പിന്നാലെ നടന്നു വരുന്ന 3-4 പേര്. ആദ്യം ഒന്നും അവൾ അത്ര ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷേ താൻ വേഗത കൂട്ടുമ്പോൾ അവരും വേഗത്തിൽ നടക്കുന്നു. ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല ആമിക്ക്. കോവിലകം കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. നിറയെ അറിയാവുന്ന വീടുകളാണ്.
ഏട്ടത്തി പറഞ്ഞതുപോലെ വല്ല ഒട്ടോയ്ക്കും പോയാൽ മതിയായിരുന്നെന്നവൾ മനസ്സിലോർത്തു. നടത്തത്തിന് വീണ്ടും വേഗത കൂട്ടി. പുറകിൽ അവരുടെ വേഗത്തിലുള്ള കാലടി ശബ്ദം അവളെ പേടിപ്പെടുത്തി. ഫോൺ ആമിയുടെ കയ്യിലിരുന്ന് വിറച്ചു. ആരെ വിളിക്കണമെന്നറിയാതെ അവൾ ഉഴറി. ഏട്ടച്ചൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി ആരെ വിളിക്കും? ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്ന മുഖം രാവണൻ്റേതായിരുന്നു. നടക്കുന്നതിനിടയിൽ തന്നെ ഫോൺ ലോക്ക് മാറ്റി രാവണൻ്റെ ഡയൽ നമ്പർ ചെയ്തു. 2 ബെല്ലോടുകൂടി മറുപുറത്ത് കോൾ കണക്റ്റായെന്നറിഞ്ഞതും അവൾ ഫോൺ ചെവിയരയിലേക്ക് വെച്ച് കാര്യങ്ങൾ അവനോട് ചുരുക്കി പറഞ്ഞു. ആമി, പേടിക്കണ്ട. മേൽപ്പത്തൂർ കോവിലകം വരെ അവരുടെ കയ്യിൽപ്പെടാതെ നീ ഓടിക്കോ. ഞാനിതാ എത്തി. അപ്പുറത്ത് കോൾ കട്ടായി. ബീപ്പ് സൗണ്ട് വരുന്നതറിഞ്ഞതും അവൾ കോവിലകം ലക്ഷ്യമാക്കി ഓടിയതും ഒരുമിച്ചായിരുന്നു. ഭയന്ന് വിറച്ച് വേഗത്തിൽ ഓടിയവൾ. ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇരുചെന്നിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങി. പേടികൊണ്ട് മുൻപിലുള്ള റോഡ് പോലും അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആമിക്ക്. മേൽപ്പത്തൂർ അടുക്കാൻ 100 അടികൾ കൂടിയേ വയ്ക്കാനുള്ളൂ. അതിനു മുൻപേ അവരിലുള്ള ഒരാൾ ആമിയെ പുറകിൽ നിന്നും പിടിച്ചു വലിച്ചിരുന്നു. വലിയുടെ ആഘാതത്തിൽ അവൾ നടുവും തല്ലി റോഡിന് നടുവിലേക്ക് അലച്ചു തല്ലി വീണു. നിനക്കിത്രയും ബോധമില്ലാതായിപ്പോയോ ചാരു? ജീവൻ്റെ ശബ്ദം ഫോണിൽ കൂടി മുഴങ്ങിക്കേട്ടു. ശരിയാണ്, തൻ്റെ തെറ്റാണ്. എത്ര ന്യായീകരിച്ചാലും താൻ ചെയ്തത് ശരിയല്ല. ആമി ഹോസ്പിറ്റലിൽ പോകാൻ തുനിഞ്ഞപ്പോൾ തന്നെ തടയണമായിരുന്നു. അതുമല്ല, ഇത്രയും വൈകിയപ്പോൾ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നും വരാൻ അനുവാദം കൊടുക്കരുതായിരുന്നു. പ്രായമായൊരു പെൺകുട്ടിയാണ്. എന്തേലും സംഭവിച്ചാൽ ഓർക്കാൻ കൂടി ഭയപ്പെട്ടവൾ. അവൾ ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്തെങ്കിലും വിളിച്ച് നിനക്ക് പറയരുതായിരുന്നോ? അങ്ങനെയെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ. ചോദ്യങ്ങൾക്കു മേൽ ചോദ്യങ്ങൾ. ചാരുവിന് സങ്കടം വന്നു തുടങ്ങിയിരുന്നു. ഒരു നുള്ളി കണ്ണുനീർ അവളുടെ കവിളിലേക്ക് ഇറ്റു വീണു. ജീവേട്ടാ, ഞാൻ പറഞ്ഞത് അവളോട് ഒറ്റയ്ക്ക് വരേണ്ടെന്ന്. കേട്ടില്ലവൾ. എന്തു പറഞ്ഞാലും ജീവൻ കേൾക്കില്ല എന്നുറപ്പുണ്ടെങ്കിലും ചാരു അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ചാരു, അവൾ കുട്ടിയാണ്. നമ്മളാണ് അവളെ ശാസിച്ചനുസരിപ്പിക്കേണ്ടത്. അത് നിനക്കിതുവരെയും മനസ്സിലായില്ലേ? മറുപടിയായിട്ട് അവളൊന്ന് മൂളി. മറുപുറത്തു നിന്നും കേട്ട ബീപ്പ് ശബ്ദം അവൻ കോൾ കട്ട് ചെയ്തെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അവൾ സെറ്റിയിലേക്കായിട്ടിരുന്നു പോയി. ആമി, അവൾ തനിക്ക് മകൾക്ക് തുല്യമാണ്. അവൾക്കൊരാപത്ത് വരുന്നത് എപ്പോഴെങ്കിലും താൻ ചെയ്തിട്ടുണ്ടോ? അവൾക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു ദോഷം വന്നാൽ താൻ സഹിക്കുമോ? മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാതെ ചിന്തകൾ കാട് കയറി. ഒരു നിമിഷത്തെ ബുദ്ധിമോശം. എത്ര വലിയ തെറ്റാണ് താൻ ചെയ്തത്? സമയം 8 മണിയാവാറായിരിക്കുന്നു. 7 മണിക്ക് സ്റ്റോപ്പിലിറങ്ങിയ കുട്ടി 7:30 കഴിഞ്ഞിട്ടും വീട്ടിലെത്താഞ്ഞിട്ട് ജീവനെ വിളിച്ച് പറയുകയായിരുന്നവൾ. ജീവേട്ടൻ മുഖം കറുപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തനിക്ക് സഹിക്കാനാവില്ല. ഇതിപ്പോൾ ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായിട്ടാണ്. ഉടൻ തന്നെ ഫോൺ കയ്യിലെടുത്തു ആമിയെ വിളിച്ചു നോക്കി. സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടി മാത്രം കേട്ടു. ഉള്ളിൽ ചെറിയൊരു പേടി അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി. നമ്പർ പരിധിയിലില്ല എന്ന ശബ്ദം മാത്രം കാതിൽ വന്നലച്ചു. കൈകൾ തലയിൽ താങ്ങിക്കൊണ്ട് ശില പോലെ തറഞ്ഞവിടെയിരുന്നു ചാരു. ആമിക്കൊന്നും പറ്റരുതേ എന്ന് അവളുടെ മനസ്സപ്പോഴും സകല ഈശ്വരന്മാരോടും കേഴുകയായിരുന്നു. എന്തിനാണ് ഈ പാതിരാത്രിക്ക് തലയിൽ കയ്യും കൊടുത്തിരിക്കുന്നത്? ചാരു വിഷമിച്ചിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്ന തങ്കമണി ചോദിച്ചു. ഒന്നുമില്ലമ്മേ. വേഗം തന്നെ മുഖമമർത്തി തുടച്ചുകൊണ്ട് ചാരു സെറ്റിയിലേക്ക് നേരെയിരുന്നു. അതൊന്നും പറയണ്ട. ആരോടാ നീ ഇത്രയും നേരം വർത്താനം പറഞ്ഞേ? തങ്കമണി അവൾക്കെതിരായി കിടന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ചാരുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ജീവേട്ടന അമ്മേ. എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചെറിയൊരു ഏങ്ങൽ അവളിൽ നിന്നും ഉണ്ടായി. അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ. പിന്നെ എന്തിനാ നീ കരയുന്നേ? അത് പിന്നെ ആമി വരാൻ ഇത്തിരി താമസിക്കുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനത് ഏട്ടനോട് പറയാൻ മറന്നു. അവൾ ഇത്രയും വൈകുമെന്ന് ഞാൻ ഓർത്തില്ല. തങ്കമണി അവളെ കിഴിഞ്ഞൊന്ന് നോക്കി. ആമിയുടെ കാര്യമാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് ഇത്തിരി ഉത്സാഹം കൂടി. അതിന് നീ എന്ത് ചെയ്യാനാ? അവൾ തന്നിഷ്ടത്തിന് നടക്കുന്നതിന് വീട്ടിലിരിക്കുന്നവരുടെ മേലെ നിന്റെ കെട്ടിയവരെന്തിനാ കുതിര കയറാൻ വരണേ? ആമിയോടുള്ള അമർഷം മുഴുവനും അവരിൽ നിന്നും പുറത്തേക്ക് ചാടി.
ആമിയോടുള്ള ജീവൻ്റെയും ചാരുവിൻ്റെയും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം പണ്ടേ തങ്കമണിക്ക് പിടിക്കില്ല. അവൾ ഉള്ളത് കാരണമാണ് മകളും മരുമകനും കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നാണ് അവരുടെ ധാരണ തന്നെ. അങ്ങനെയൊന്നും പറയാതമ്മേ, അവൾ കുട്ടിയല്ലേ. മോളും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇത്രയും താമസിക്കുമെന്ന്. ആമിയെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ചാരുവിനോട് തങ്കമണിക്ക് പുച്ഛം തോന്നി. ഇനി ആ പെണ്ണിനെ വിശുദ്ധയാക്കാൻ നീ നോക്കണ്ട. കോളേജിൽ പോയാൽ പഠിച്ചേച്ച് വീട്ടിൽ വരാൻ നോക്കണം. പാതിരാത്രിയായിട്ട് ഇങ്ങനെ തിണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിനെയൊക്കെ വേറെ എന്ത് പേരിട്ട് വിളിക്കാനാ? അവരുടെ അലറിച്ച ആ ഹാളിൽ മുഴങ്ങിക്കേട്ടു. ഒച്ച കേട്ടുകൊണ്ട് ദേവുവും വേണുവും മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവരുടെ പക്കലേക്ക് ചെന്നു. ചാരുവിൻ്റെ ഇരിപ്പും അമ്മയുടെ മുഖവും എല്ലാം കൂടി കണ്ടപ്പോൾ സംഗതി എന്തോ പന്തിയില്ലാത്തതെന്ന് ദേവുവിന് തോന്നി. എന്താ അമ്മേ, എന്തിനാ ചേച്ചിയെ വഴക്ക് പറയുന്നേ? ചോദിച്ചുകൊണ്ട് ചാരുവിനരികിലേക്ക് ചെന്നിരുന്നു ദേവു. അവളുടെ ഇടം കൈക്ക് മുകളിലായി വലം കൈ ചേർത്ത് വെച്ചപ്പോൾ, ഓ, ഇനിയിപ്പോൾ നിൻ്റെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുക. തങ്കമണി അമർഷത്തോടെ ദേവുവിന് മേരെ മുരണ്ടു. അമ്മ എന്തൊക്കെയായി പറയണേ? ഓ, ഇനി എന്നാ അറിയാനാ? നീ ഇവളുമൊക്കെ മടിക്കെറ്റി വെച്ചിരിക്കുന്ന ഒരുത്തിയില്ലേ, ആമി. പഠിക്കാൻ പോയിട്ട് പെണ്ണ് ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. ഇതൊക്കെ സത്യമാണോ എന്നുള്ള രീതിയിൽ ദേവു അവളുടെ ചേച്ചിയെ ഒന്ന് നോക്കി. ചാരുവിൻ്റെ കലങ്ങിയ കണ്ണുകൾ കണ്ടു അത് സത്യമാണെന്ന് അവൾ ഉറപ്പിച്ചു. എന്താ ചേച്ചി, ആമി ഇത്രയും വൈകുന്നതല്ലല്ലോ? അല്ല മോളെ, ഇന്നിത്തിരി വൈകുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ആരെയോ കാണാൻ ഹോസ്പിറ്റലിൽ പോകുമെന്ന്. പക്ഷേ ഇത്രയും താമസിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും ഒരുമിച്ചായിരുന്നു. ജീവനെ വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ ചേച്ചി? അവൾ വേഗം വരുമെന്ന് ഞാൻ ഓർത്തുപോയി മോളെ. എൻ്റെ കുട്ടിക്ക് എന്തു പറ്റിയോ ആവോ, എനിക്ക് പേടിയാവുന്നുണ്ട് ദേവു. പദം പറച്ചിൽ ഒടുക്കം ഒരു പൊട്ടിക്കരച്ചിലിൽ അവസാനിച്ചു. എത്രയൊക്കെ ദേവു ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ചാരു കരച്ചിൽ നിർത്തിയില്ല. ഒടുക്കം ചേച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് എന്നറിയാതെ അവൾ ഇരുന്നു. പൊടുന്നനെ മനസ്സിൽ തെളിഞ്ഞു വന്നത് നിതിൻ്റെ മുഖമാണ്. വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു. അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നില്ല. ആരെ ഒരു സഹായത്തിന് വിളിക്കുമെന്ന ആലോചനയിൽ തല പുകഞ്ഞു നിൽക്കുമ്പോഴാണ് ഫോണിൽ രാവണൻ്റെ കോൾ വന്നത്. എവിടെ ആയിരുന്നു നിധിയേട്ടാ? ഞാൻ എത്ര വട്ടം വിളിച്ചു. ആമി, അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഫോൺ ലിഫ്റ്റ് ചെയ്തു. കാറ്റുപോലെ വേഗത്തിൽ അവൾ അത് പറഞ്ഞു നിർത്തി. എൻ്റെ കൂടെയുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് നിതിൻ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് അവൾക്കറിയാൻ കഴിഞ്ഞു. ഏട്ടൻ്റെ അടുത്ത് ആമി എങ്ങനെ എത്തിയെന്ന് ദേവുവിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. എന്തൊക്കെയാണെങ്കിലും അവൾ സുരക്ഷിതയാണല്ലോ എന്നോർത്ത് അവൾ ആശ്വസിച്ചു. ചേച്ചിയോട് ഇക്കാര്യം പറയാൻ വേണ്ടി അവൾ ഹാളിലേക്ക് ഓടി. മേൽപ്പത്തൂർ അടുക്കാൻ 100 അടികൾ കൂടിയേ വയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. അതിനു മുൻപേ തന്നെ അവരിലൊരാൾ ആമിയെ പിറകിൽ നിന്നും പിടിച്ചു വെച്ചു. വലിയുടെ ആഘാതത്തിൽ അവൾ നടുവും തല്ലി റോഡിന് നടുവിലേക്ക് അലച്ചു വീണു. നടുവിടിച്ചു വീണതിനാൽ അവൾക്ക് എഴുന്നേൽക്കാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. കൈകുത്തി എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും റോഡിലേക്ക് തന്നെ വീണുപോയി പാവം. മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഇടിയുടെ ശബ്ദം തുടർച്ചയായി ഭൂമിയെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. പേടിച്ചു വിറച്ച് 2 ചെവികൾക്ക് മുകളിലും അവൾ കൈകൾ അമർത്തി പൊത്തിപ്പിടിച്ചു. ആഹാ, എന്തു പറ്റി മോളെ, ഓടുന്നില്ലേ? പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. അരികിലേക്ക് ചെന്ന് അവളുടെ സൈഡിലായിട്ട് കുത്തിയിരുന്ന് മുഖത്തേക്ക് തൊടുവാൻ വേണ്ടി കൈ ഉയർത്തിയതും ഒരു ബൈക്കിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം അയാളുടെ മുഖത്തേക്ക് പതിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ച് എതിർവശത്തേക്ക് മുഖം വെട്ടിച്ചയാൾ. ആരാടാ നീയ്? കൂടെയുണ്ടായിരുന്ന വേറൊരുത്തൻ അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ മറുപടി ഒന്നും ഉണ്ടായില്ല. വെട്ടം കണ്ടുകൊണ്ട് ആമിയും ആ സൈഡിലേക്ക് നോക്കിയെങ്കിലും ബൈക്കിലിരിക്കുന്നയാളെ അവൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. വണ്ടിയുടെ മുകളിൽ നിന്നും അയാൾ ഇറങ്ങുന്നതും തൻ്റെ നേർക്ക് നടന്നു വരുന്നതും ആ ഇരുട്ടിലും ബൈക്ക് ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അവൾക്ക് കാണാനായി. അയാൾ വന്നതുകൊണ്ട് പേടിക്കണോ അതോ ആശ്വസിക്കണോ എന്നൊരു സംഘർഷം ആമിയിലുണ്ടായി. കാരണം
വന്നവൻ രക്ഷകനോ അതോ ശിക്ഷകനോ എന്നവൾക്ക് അറിയില്ലായിരുന്നു. ആരാടാ നീ? തൻ്റെ മുൻപിലിരിക്കുന്നയാൾ അയാൾക്ക് നേരെ മുരണ്ടുകൊണ്ട് എണീറ്റു പോകുന്നത് അവൾ കണ്ടു. ചെവിക്കല്ല് പൊട്ടുന്നത് പോലെയുള്ള അടിയായിരുന്നു മറുപടി. അടിയുടെ ആഘാതത്തിൽ കറങ്ങി തിരിഞ്ഞുപോയി അവളുടെ മുൻപിലേക്ക് അയാൾ പതിച്ചു. പോയ ആള് അതേപോലെ തന്നെ തൻ്റെ മുൻപിൽ വന്ന് വീണതവൾ ആശ്ചര്യത്തോടെ നോക്കി. കുറച്ചു നേരമെടുത്തു അയാളൊന്ന് എഴുന്നേറ്റിരിക്കുവാനായി. ഇത് കണ്ടുകൊണ്ട് നോക്കി നിന്ന മറ്റു 3 പേർ ബൈക്കിൽ വന്നയാളെ അടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയെങ്കിലും നിമിഷ നേരം കൊണ്ട് അവരെയും അടിച്ച് റോഡിൻ്റെ ഒരു മൂലയിലേക്ക് തള്ളുകയാണ് അയാൾ ചെയ്തത്. 4 പേരും ഏങ്ങി വലിഞ്ഞുകൊണ്ട് റോഡിൽ കിടന്നിഴയുന്നത് കണ്ടു. സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. കൈകൾ കുത്തിയവൾ പതിയെ എഴുന്നേറ്റിരുന്നു. കൈയും കാലുമൊക്കെ നീറുന്നുണ്ട്. റോഡിൽ വീണതിനാലാവാം എവിടെയൊക്കെയോ പൊട്ടിയിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുവെങ്കിലും ഒറ്റയ്ക്ക് അവൾക്ക് അതിന് കഴിഞ്ഞില്ല. ബൈക്കുകാരൻ തൻ്റെ അടുത്തേക്ക് വന്നതും ഒറ്റ കൈകൊണ്ട് തന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതും നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞിരുന്നു. അമ്മേ! പെട്ടെന്നുള്ള എഴുന്നേൽക്കലായതിനാൽ നടുവിൽ നിന്നും ഒരു കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അറിയാതെ തന്നെ അവളിൽ നിന്നൊരു ആർത്തനാദം പുറത്തേക്ക് തെറിച്ചു. എന്തേലും പറ്റിയോ തനിക്ക്? പരിചയമുള്ള എപ്പോഴോ എവിടെയോ കേട്ട ശബ്ദം. ഓർത്തെടുക്കുവാൻ സാധിക്കുന്നില്ല. ആകാംക്ഷയോടെ ആളുടെ മുഖത്തേക്കൊന്ന് നോക്കിയവൾ. കർച്ചീഫ് കൊണ്ട് മറച്ച മുഖം വഴിവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾക്ക് കാണാനായി. ആ കണ്ണ് അവളെ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ആ മുഖമൊന്ന് കാണാൻ ആശിച്ചുവെങ്കിലും ചോദിക്കുവാനുള്ള മടി കൊണ്ടവൾ വേണ്ടെന്ന് വെച്ചു. എടോ, തന്നോടാ വല്ലതും പറ്റിയോന്ന്? ഇത്തിരി ദേഷ്യത്തോടെയുള്ള ചോദ്യം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വളരെ പതിയെ അവൾ മറുപടി കൊടുത്തു. ആരാ അവരൊക്കെ? വീണ്ടും അയാളുടെ വാക്കുകളിൽ കോപം പ്രതിഫലിച്ചു. അറിഞ്ഞൂടാ. കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു പെണ്ണ്. കരയണ്ട. അത്രയും പറഞ്ഞിട്ട് വീണ് കിടക്കുന്നവന്മാരെ വീണ്ടും ഇട്ട് ചവിട്ടിക്കൂട്ടുന്നത് കണ്ടു. അവരുടെ ഉച്ചത്തിലുള്ള കരച്ചിലുകൾ ചെവിയിൽ വന്നലയ്ക്കുന്നുണ്ട്. കണ്ടു നിന്നിട്ടും ഒരിറ്റ് ദയ തോന്നിയില്ലവൾക്ക്. താൻ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് അനുഭവിച്ച ഭയം, അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്. അടികൊണ്ടവരുടെ നിലവിളികൾ നിലച്ചപ്പോൾ അങ്ങോട്ടേക്ക് നോക്കി. അനങ്ങാൻ പോലും ആവതില്ലാതെ 4 പേരും റോഡിൻ്റെ ഒരു സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. താണ്ഡവം കഴിഞ്ഞെന്ന പോലെ ബൈക്കിൻ്റെ മുകളിൽ കയറി ആളിരിപ്പുണ്ട്. അവൾ വേച്ച് അയാളുടെ അരികിലേക്കായിട്ട് ചെന്ന് നിന്നു. നന്ദിയുണ്ട്. കൈകൾ കൂപ്പി അയാൾക്ക് നേരെ നിന്നവൾ കരഞ്ഞുപോയി. എവിടെ പോയതാടി ഇത്രയും നേരം? നേരത്തെ വീട്ടിൽ പോകാൻ അറിയില്ലേ നിനക്ക്? പരിചിതരെന്ന പോൽ അധികാരത്തോടെയുള്ള സംസാരം. അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതാ. വന്നപ്പോൾ വൈകി. രക്ഷിച്ചവനല്ലേ എന്ന ഒറ്റ കാരണം കൊണ്ട് ആമി പറഞ്ഞു. നീ എന്തിനാ ഈ രാത്രി നേരം പോയത്? പകലൊന്നും സമയം കിട്ടിയില്ലേ? മറുപടി പറയാൻ വാ തുറന്നതും പോലീസ് ജീപ്പിൻ്റെ ശബ്ദം അകലെ നിന്നേ അവൾ കേട്ടു. അവളുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെ ഒരു തിരയിളക്കമുണ്ടായി. അത് മനസ്സിലാക്കിയെന്നോണം അവനും കൂടുതലൊന്നും പിന്നെ ചോദിക്കാൻ മുതിർന്നില്ല. ജീപ്പ് അവരുടെ മുൻപിൽ കൊണ്ടു നിർത്തി യൂണിഫോമിലുള്ള നിതിൻ അതിൽ നിന്നും ചാടിയിറങ്ങി. ആമിയെ ഇറുക്ക പുണർന്നു. അവൻ അത്രയും നേരം അനുഭവിച്ച ടെൻഷൻ അതിനുണ്ടായിരുന്നു. എന്തിനാടി കണ്ടിടം നിരങ്ങാൻ പോണേ? മര്യാദയ്ക്ക് കോളേജ് വിട്ടാൽ വീട്ടിൽ പൊയ്ക്കൂടെ? രാവണനെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലായിരുന്ന അവളുടെ മറുപടി. ഇത്രയും നേരം നെഞ്ചിൽ കൂട്ടിവെച്ച സങ്കടങ്ങൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒഴുക്കിയവൾ. പോട്ടടി, പേടിക്കണ്ട, കരയാതെ. എത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ ഏങ്ങലടികൾ നിന്നില്ല എന്ന് കണ്ടതും ചുറ്റുമുള്ളതെല്ലാം മറന്ന് നെറുകയിൽ ഒന്ന് അമർത്തി മുത്തിയവൻ. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കറകളഞ്ഞ സഹോദര സ്നേഹം അവൻ അറിയാതെ തന്നെ പുറത്തേക്കൊഴുകിയിരുന്നു. ഞാനില്ലേടി മോളെ, പേടിക്കല്ലേ പറഞ്ഞുകൊണ്ട് നെറുകയിൽ തഴുകുന്നവനരികിലേക്ക് ആമി ഒന്നുകൂടെ ചേർന്ന് നിർന്നു. പരസ്പരം വഴക്കടിക്കുമെങ്കിലും ഒരാൾക്ക് മറ്റൊരാളോട് നെഞ്ചിൽ തറച്ച സ്നേഹമാണ്. അതെ സാറേ, ഞാനെന്നാ പൊക്കോട്ടെ. ബൈക്കിലിരിക്കുന്ന ആളുടെ ശബ്ദമാണ് അവരെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ആ ശരിയടാ, ഒരുപാട് നന്ദിയുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ
അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിതിൻ അയാൾക്ക് ഷേക്ക് ഹാൻഡ് നൽകി. നന്ദി എന്നോട് തന്നെ വേണം കേട്ടോടാ പാരട്ടെ. നിറഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു അതിന് രാവണൻ്റെ മറുപടി. ഇവർക്ക് രണ്ടുപേർക്കും മുൻപരിചയമുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ ആമിക്ക് മനസ്സിലായി. എങ്ങനെയെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല അവൾക്ക്. രാവണനോട് ചോദിക്കാനും പറ്റില്ല. എത്രയൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞാലും ആള് പറയില്ല. വീണ്ടും എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം അയാൾ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് ആമി നോക്കി നിന്നു. ഇവന്മാരെ എല്ലാം എടുത്ത് വണ്ടിയുടെ പുറകിലേക്കിട്. ഞങ്ങളെ ഒന്ന് വീട്ടിലാക്കിയിട്ട് നിങ്ങൾ ഇവരുമായി പൊക്കോ. ബാക്കിയൊക്കെ നാളെ ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് നോക്കിക്കോളാം. കൂടെ വന്ന 2 കോൺസ്റ്റബിൾമാരോട് പറഞ്ഞിട്ട് നിതിൻ ആമിയുമായി ജീപ്പിന് മുൻവശത്തേക്ക് കയറിയിരുന്നു. തുടരും. സ്റ്റോറി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കണേ.